ആലം നീറഞ്ഞുള്ള റഹ്മാനേ, നീ എൻ്റെ അല്ലലില്ലാതെന്നും കാത്തിടേണേ. നിന്റെ അലിവിൻ്റെ തീരത്തണച്ചിടേണേ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീക്കെൻഡ് വ്ളോഗ് ഒരു 2 വരി പാട്ടിൽ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. ഏതായാലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ട് ഞാനൊന്ന് പാടിയെന്നേ ഉള്ളൂ. ഒരു ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളോട് കുറച്ച് ക്ലീനിങ് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈഡേയിൽ എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, അപ്പോൾ ഏതായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളോട്. പിന്നെ ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്മാവിന് ആവശ്യമുള്ള റവ എടുത്തിട്ട് ഞാനിതാ ചെറിയ തീയിലിങ്ങനെ ചൂടാക്കിയെന്ന് വറുക്കുന്നു. അപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം ചെറിയ തീയിൽ. കളറ് മാറിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ പഴയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പുതിയതാണെങ്കിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉപ്മാവ് തീരെ ഇഷ്ടമല്ല കേട്ടോ. കുറേ കാലത്തേക്ക് ഞാൻ കഴിക്കുന്നുമില്ല. പിന്നെ നാട്ടിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മക്കൾക്കും വലിയ ഇഷ്ടമില്ല. പിന്നെ നമ്മളെന്തെങ്കിലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കും അതുപോലെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉപ്മാവ്. അതുപോലെ തന്നെ മക്കളും അത്യാവശ്യം ഉപ്മാവ് വേണമെന്നൊക്കെ പറയാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു രീതിയും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ടും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മതിയാക്കിക്കോ. അപ്പോൾ ഞാനിതായാലും ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട്. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഒരു സ്റ്റൗവിൽ റവ വറുക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ. അതുപോലെ തന്നെ മറ്റേ അടുപ്പിൽ ഞാൻ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മസ്റ്റാണ്, തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളം ഞാൻ ആദ്യം തന്നെ റെഡിയാക്കും ഉപ്മാവ് ഒരു സ്റ്റൗവിൽ വെക്കുമ്പോൾ. ആ റവ വറുത്ത് മാറ്റുമ്പോൾ ഞാൻ അതേ അടുപ്പിൽ തന്നെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഉപ്മാവ് റെഡിയാക്കുന്നത്. ഇതാ റവ നന്നായി വറുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊന്നും മാറിയിട്ടില്ല. അതേ കളർ തന്നെയാണ്. നന്നായി ചൂടായി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരടുപ്പിൽ വെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉപ്മാവ് റെഡിയാക്കുന്നത്. ഉപ്മാവ് റെഡിയാക്കുമ്പോൾ എപ്പോഴും കുറച്ച് അത്യാവശ്യം വീതിയിലെ പാത്രത്തിൽ തന്നെ ആക്കണം. കാരണം നമുക്കൊന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 പച്ചമുളക് നന്നായി കട്ട് ചെയ്തെടുത്ത റൗണ്ടിൽ. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പിടി കറിവേപ്പില. അപ്പോൾ ഇത് 3 നിർബന്ധമാണ്, എന്നാലേ എൻ്റെ കണക്കായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ തയ്യാറാക്കുകയാണെങ്കിൽ പഴം കൂട്ടിയിട്ട് കഴിക്കാം, പഞ്ചസാര കൂട്ടി കഴിക്കാം. അതുപോലെ തന്നെ കറി എന്തെങ്കിലും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. എല്ലാത്തിനും സ്യൂട്ടായിട്ടുള്ളൊരു സ്റ്റൈൽ തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതാ പാത്രം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കും. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകാന്ന് ഇട്ടില്ല. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന റവക്ക് കണക്കായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതാ കടുക് പൊട്ടുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ടുള്ള ഉഴുന്നാന്ന് എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു ഹാഫ്. അപ്പോൾ പകുതിയായിട്ട് വരുന്ന പരിപ്പുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. തീരെ കൂടാൻ പാടില്ല. അപ്പോൾ ഇതാ ഇതിലേക്കൊരു 1/2 മുറി ഉള്ളി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം, അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ. അപ്പോൾ ഉള്ളി ഒന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ റവ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെയൊന്ന് ഫ്ലെയിം കൂട്ടണ്ട, നന്നായി ഒന്ന് വഴറ്റാം. അതിലുള്ള ആ ഒരു എണ്ണയും അതുപോലെ തന്നെ ഉള്ളിയും ബാക്കിയുള്ള മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഈ സ്റ്റേജിൽ. ഉപ്പ് പിന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. പച്ചവെള്ളം ഒഴിച്ചിട്ടെങ്കിൽ ഒരു പച്ച മണമായിരിക്കും നമ്മുടെ ഉപ്മാവിന്. അതാണ് നമുക്ക് തീരെ ടേസ്റ്റി ആയിട്ട് തോന്നാത്തത്. ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം തന്നെ ചേർക്കണം. അതാണ് നമ്മൾ ഉപ്മാവ് ഇത് റവ വറക്കുമ്പോൾ തന്നെ അപ്പുറത്ത് വെള്ളം തിളക്കാൻ വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റവേൻ്റെ ഇരട്ടി തന്നെ ഏകദേശം എടുക്കുക. പിന്നെ നമുക്കറിയാമല്ലോ, ഉപ്മാവ് എപ്പോഴും വെള്ളം ഒഴിച്ച് കഴിഞ്ഞൊരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് പെട്ടെന്ന് വറ്റുകയും ചെയ്യും. നന്നായി വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ റവ. അപ്പം ഈ
ഈ തിളച്ച വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് ഒരിക്കലും അധികമാവാൻ പാടില്ല. അധികമായാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ ഒന്ന് നന്നായി ഇളക്കിയ ശേഷം ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, കണക്കായി. ഇല്ലെങ്കിൽ അപ്പം തന്നെ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതാ അപ്പം തന്നെ ആ തിളച്ച വെള്ളം ഒഴിച്ചത് കാരണം നന്നായി വെന്തിട്ടും ഉണ്ടാവും. ഇനി ഒരു മിനിറ്റ് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഉപ്പ് പിടിക്കാനും ആ ഒരു വെന്തൊരു ഉപ്മാവ് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ച് അത്യാവശ്യം സ്പേസുള്ള പാത്രം തന്നെ എടുക്കണം. ഇതേപോലുള്ള കുറച്ച് കുഴിയുള്ള പിടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി പിടിച്ച് ചെയ്യാൻ പറ്റിയത്. കണ്ടില്ലേ, നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പെട്ടെന്ന്. അതുപോലെ തന്നെ ഉപ്പും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്മാവ് ഇങ്ങനെ ആവി പറക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും ഉപ്മാവിന്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനില്ല, ഇതുവരെ ഉപ്മാവ് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ടുള്ളവർ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാനും പറഞ്ഞില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം ഈ ഉപ്മാവ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം എനിക്ക് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഉപ്മാവിന് ടേസ്റ്റി ആയിട്ട് തോന്നണമെങ്കിൽ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യാണ്ടിരിക്കുക, കുറച്ചൊന്ന് വെറ്റായിരിക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതാ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സെർവ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് 4 ആൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അളന്നും തൂക്കിയും തന്നെ ഉണ്ടാക്കില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റിലാക്കി രാവിലെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല പിന്നെ ബാക്കി വരുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് നമ്മൾ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇത് ബാക്കിയാവും. അപ്പോൾ ഇതാ ഒരാൾക്ക് കണക്കായിട്ട് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ നല്ല ചൂടുള്ള പാൽച്ചായയും കൂടിയാണെങ്കിൽ അടിപൊളി, ഒന്നും പറയണ്ട. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് കുറേ ചട്ടിയും കലവും പാത്രമെല്ലാം ഇതാ അടിയെല്ലാം കണ്ടില്ലേ, വൃത്തികേടായിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ അടി കണ്ടിട്ട് ഇനിയിപ്പം വാങ്ങിയ ശേഷം കഴുകിയിട്ടില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. കഴുകുന്നതാണ് സാധാരണ വീക്കെൻഡിലാണ് അത്യാവശ്യം വൃത്തിയാക്കൽ. ഇപ്പോൾ 1-2 ആഴ്ച കാര്യമായിട്ട് വൃത്തിയാക്കാത്തത് അതിൻ്റെ അടി. ഡെയിലി ഒന്ന് കഴുകുന്നതിനാണ് ഡീപ്പ് ക്ലീൻ ചെയ്യില്ല. അപ്പോൾ ഇതാ എല്ലാം എടുത്ത് ഇങ്ങനെ കൊണ്ടിലോട്ട് വെക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഇതേപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ മൂടിയൊക്കെ ആണെങ്കിൽ ഒരു വഴുവഴുപ്പായിരിക്കും നമ്മൾ കഴുകിയിട്ട് വെച്ചാലും. അപ്പോൾ അതിലൊന്ന് കാര്യമായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 മുറി ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഇതാ ബേക്കിംഗ് സോഡ അറിയാമല്ലോ, ഒരുപാട് ക്ലീനിങ് ഏജൻറ്റായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ സ്കിൻ കെയർ ആയാലും അതുപോലെ തന്നെ കിച്ചണിലുള്ള ക്ലീനിങ് ആയാലും എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാനും അതന്നെ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് ബേക്കിംഗ് സോഡ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കുറച്ചധികം തന്നെ പാത്രം ഉള്ളത് കൊണ്ട്. അപ്പോൾ അതിൽ നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഇതാ ഈ മൂടിയിലും നമ്മൾക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട സാധനത്തിലൊക്കെ നന്നായി ഒന്ന് ഉരച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിതാ ചെറുനാരങ്ങൻ്റെ തോടുകൊണ്ട് തന്നെയാണ് നല്ലോണം ഉരച്ച് കൊടുക്കുന്നത്. നല്ലോണം കറിയുള്ള ഭാഗത്ത് നല്ലോണം ഉരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ക്രബ്ബർ ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ നീക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പാത്രങ്ങളിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതാണ്. നമുക്കറിയില്ല, ഡെയിലി യൂസ് ചെയ്യുന്നെങ്കിൽ എത്ര നോക്കിയാലും എന്തായാലും വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതിൽ ഒന്നിച്ച് ക്ലീൻ ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ കുറച്ച് പാത്രങ്ങൾ നല്ലോണം വൃത്തികേടായിട്ടുള്ളത് ഏകദേശം 1 മണിക്കൂർ സമയം വെക്കും. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത്രയും ക്ലീൻ ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ കിച്ചണിൽ തന്നെ അങ്ങനെ കെട്ടിക്കിടക്കണം എന്നില്ല. ഒരു നല്ലോണം വൃത്തികേടായ പാത്രം എടുത്തിട്ട് അത് മാത്രം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ക്ലീനിങ്ങിന് വേണ്ടി മാത്രമായിട്ട്, നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ഏതായാലും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ക്ലീനിങ്ങിനും വേണ്ടിയിട്ടും ഇതാ നല്ലോണം ബേക്കിംഗ് സോഡയും പിന്നെ നാരങ്ങ നീരൊക്കെ പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ വെക്കുന്നുണ്ട്, 10-15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഉരച്ച് കളയാം. അപ്പോഴേക്കും കറയൊക്കെ നന്നായി ഇളകിയിട്ടുണ്ടാവും. നമുക്ക് സാധാരണ ക്ലീൻ ചെയ്യുന്ന അത്ര എഫേർട്ട് എടുക്കേണ്ടി വരില്ല. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ ചെയ്യുന്നത്,
പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കയ്യിലൊരു കവർ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കിത് സ്ക്രബ്ബർ ഉപയോഗിക്കണം. അപ്പോൾ അറിയാമല്ലോ ഇത് മെറ്റലാണ്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ലോണം വൃത്തിയായിടാവും. അപ്പോൾ പാത്രം കഴുകിയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൈ നോക്കിയാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ലിക്വിഡ് ഒഴിക്കുക. പിന്നെ ഒരു കവർ ഏത് കൈ കൊണ്ടാന്ന് വൃത്തിയാക്കുന്ന വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കറയൊക്കെ ഇളകിപ്പോവും. അതുപോലെ തന്നെ ഇതാ മരത്തിൻ്റെ സ്പൂണും കയ്യിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ മഞ്ഞളിൻ്റെയും ഇതൊക്കെ കറ പിടിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയാവും. അപ്പോൾ ഇതിൻ്റെ പഴയ കളറൊന്നും കിട്ടില്ല. എന്തായാലും ഇതിൻ്റെ കളർ ശരിക്കും പിടിച്ചിട്ടുണ്ടാവും, ഇത് മരത്തിൻ്റെതായതുകൊണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുക. നാരങ്ങൻ്റെ തോടുകൊണ്ട് തന്നെ നല്ലോണം ഉരച്ചു കൊടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ ഇടയിലൊക്കെ ആ ഒരു തോട്ടയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് ഉരച്ച് ഒരു 10 മിനിറ്റ് വെച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് മസ്റ്റായിട്ട് ചെയ്യണം, ഈ സ്പൂണും ഇതുപോലുള്ള കയ്യിലും കോരിയൊക്കെ. അതുപോലെ തന്നെ ഇത് മെറ്റലിൻ്റെ അല്ലാണ്ട് ഇതുപോലത്തെ മരത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ ഒരു നല്ലൊരു ക്ലീനായിട്ട് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് വൃത്തിയാക്കാനുണ്ടായിരുന്നത് കുറച്ച് അരിപ്പയായിരുന്നു. അപ്പോൾ ഇതാ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 2 അരിപ്പയാണ് ചായ അരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പച്ച അരിപ്പ കണ്ടില്ലേ, നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം പഴയതൊന്നും അല്ല കേട്ടോ. പിന്നെ ഡെയിലി നമ്മൾ പാൽ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ, നല്ല സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലുള്ള കറ ഉണ്ടാവും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു കപ്പിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ചെന്ന് പറഞ്ഞാൽ നല്ലോണം വെട്ടി തിളച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു അരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ അറിയാമല്ലോ അതിൻ്റെ എല്ലാം മുക്കുന്നും മൂലൊന്നും കറകളൊക്കെ ഇളകിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതാ ക്ലോറക്സ്, കറ പോകാൻ ഇതിലും ബെസ്റ്റ് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ അരിപ്പയാണ് ആദ്യം തന്നെ ഇവിടെ മുക്കി വെച്ചിട്ടുള്ളത്. അത് മുങ്ങാൻ പാകത്തിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ അറിയാമല്ലോ, മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക അരിപ്പൊക്കെ അടഞ്ഞു പോകുന്നത് വെന്തിട്ട്. അപ്പോൾ ഇതാ നല്ലോണം അതിന് ഇളക്കി കൊടുക്കുക. അതിൽ വെള്ളം എല്ലായിടത്തും ആവുന്ന രീതിയിൽ, എന്നാലേ അതിൻ്റെ നെറ്റിൻ്റെ കറയൊക്കെ ഇളകി വരുള്ളൂ. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ പച്ച അരിപ്പയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിതാ പാത്രത്തിൽ ഇവിടെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ കയ്യിലൊക്കെ ഞാൻ പുറത്ത് വെയിലെത്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ സാദാ ചോറും പരിപ്പ് കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അരി പൊതിർത്തി വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ പരിപ്പും പൊതിർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ തന്നെ പണിയൊക്കെ ഇങ്ങനെ കുറച്ച് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ചയെ വിചാരിച്ചതാണ് ഈ ഒരു ഫ്രൈഡേ കാര്യമായിട്ടുള്ള കുക്കിംഗ് അല്ല, ക്ലീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലീനിങ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യാം. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടുന്ന ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നീങ്ങിക്കിട്ടും. അപ്പോൾ കുക്കിംഗ് എപ്പോഴും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് കുക്കിംഗ് കുറച്ചിട്ട് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം കൂടുതൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ക്ലീനിങ് തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ കുറേ നാൾ മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നു ഇങ്ങനെ ക്ലോറക്സ് ഇട്ടിട്ട്. അപ്പോൾ ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ആരെങ്കിലും പറഞ്ഞു തന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കണ്ടാലൊന്നും പെട്ടെന്ന് നമുക്ക് ചെയ്യണമെന്ന് ഓർമ്മ വരും. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഏതായാലും അടുത്താഴ്ച ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അരിപ്പയുണ്ട് 2 വൃത്തികേടായിട്ട് ഈ രീതിയിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല സൂപ്പർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് പുതിയതുപോലെ തന്നെ ഉണ്ട്. പരിപ്പ് കറിയും ചോറൊക്കെ ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ലഞ്ചിൻ്റെ പരിപാടി. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ സ്റ്റീലിൻ്റെ അരിപ്പ കഴുകാൻ ഉപയോഗിച്ച അതേ വെള്ളം തന്നെയാണ്. ചൂടാറിയതിന് ശേഷം ഈ ഒരു അരിപ്പ ഇട്ട് വെച്ച് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് തുടച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതേ വെള്ളത്തിൽ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ വേറൊരു അരിപ്പ, ഈ ഒരു അരിപ്പ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പിന്നെ പൂരി അതൊക്കെ ഉണ്ടാക്കുമ്പം അപ്പോൾ ഫുള്ള് എണ്ണ പറ്റി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം, നല്ല ക്ലീൻ ആവും. അപ്പോൾ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു കളറുമായിരിക്കും നമ്മൾ ക്ലോറക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. എപ്പോഴും അല്ല, വല്ലപ്പോഴും 1-2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തി തന്നെ ആയിരിക്കും. അങ്ങനെ ഇതാ കുറേ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഒരുപോലെ അങ്ങ് നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ വലിയ കുക്കിംഗ് ഒന്നുമില്ല, കണ്ടില്ലേ, നല്ല ചോന്നരിൻ്റെ ചോറും തേങ്ങ അരച്ച് വെച്ച പരിപ്പ് കറി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൈ ഉണ്ടായാലേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ മക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കായാലും അങ്ങനെ തന്നെ. പിന്നെ തൈര്, പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാത്ത അച്ചാർ, ലുലുന്ന് വാങ്ങിയ അച്ചാറാണ്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി അച്ചാറാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഇതൊക്കെയായിരുന്നു നമ്മുടെ വെള്ളിയാഴ്ചത്തെ ലഞ്ച്. അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളവും കൂടിയുണ്ട്. അങ്ങനെ ചോറെല്ലാം വേവിച്ച് കഴിഞ്ഞിട്ട് മക്കളിതാ എല്ലാം വരക്കാനും കളറിങ്ങിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായതിനാൽ ഇവിടെ കളിക്കാനൊന്നും പറ്റൂല ഈ ഒരു സമയത്ത്. വൈകുന്നേരം മഗ്‌രിബ് ആ ഒരു ടൈമിൽ മാത്രമേ വെയിലും ചൂടൊക്കെ കുറച്ച് കുറയുള്ളൂ. ഇപ്പോൾ രണ്ടാളും നല്ല തിരക്കിലാണ്. അപ്പോൾ ഇതാ ലഞ്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ ഡേ ആണ്. അപ്പോൾ ഏതായാലും ഇന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയ ദിവസമാണ്. അപ്പോൾ എന്നെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്, അപ്പോൾ കൈയും കാലും അതുപോലെ തന്നെ ഫേസെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ കൈയും കാലും അതുപോലെ തന്നെ ഫേസൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഞാനിതിന് മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും വിചാരിക്കും ആഴ്ചയിൽ ചെയ്യണമെന്ന്, പക്ഷേ ഭയങ്കര മടിയാണ്, അത് കാരണം ചെയ്യലുമില്ല. അപ്പോൾ ഇന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തൈരല്ല, ഒരു ടേബിൾ സ്പൂൺ തൈര് പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊരു നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ കൈയിനും കാലിനും അതുപോലെ തന്നെ ഫേസിനെല്ലാം ഇത് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആവും. പിന്നെ നമുക്ക് റൗണ്ട് ആയിട്ട് ഇതൊന്ന് ഉരച്ച് കഴുകിക്കളയാം. അപ്പോൾ നമുക്ക് അറിയാമല്ലോ അരിപ്പൊടി എന്ന് പറയുന്നത് നല്ല ഫൈനല്ല, നമ്മുടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചൊന്ന് റഫായിരിക്കും. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് കൈ വെച്ച് നല്ല തടവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഖത്തിലെല്ലാ ചളിയും അതുപോലെ തന്നെ കൈയും കാലിലൊക്കെ ഉള്ള ചളിയൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല ക്ലീൻ ആവും. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം കുറച്ചായിപ്പം ചെയ്യാത്തത്. അപ്പോൾ നമ്മളിത് എന്ന് വെച്ചാൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പറ്റില്ല. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് കൈക്കും കാലിനും മുഖത്തൊക്കെ തേക്കാൻ, അപ്പോൾ അതിന് കണക്കായിട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് തൈര് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും കൂടിയാണ്. മഞ്ഞൾ സാധാരണ മഞ്ഞളാണ്, നമ്മൾ ഫ്രഷ് വാങ്ങി പൊടിക്കുന്ന കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ. അതൊരു 1/4 ടീസ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തേച്ചാലും മഞ്ഞയാവുന്നൊന്നും വിചാരിക്കേണ്ടാരും. അപ്പോൾ ഇതാ കാലിനൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ സാധാരണ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മൊബൈലും പിടിച്ചിട്ടൊക്കെ ഇരിക്കാൻ എത്ര സമയമുണ്ടോ, ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഉണ്ടാവില്ല. ഇതൊരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കന്നെ ഡ്രൈ ആവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ നമ്മുടെ കൈയും കാലും ചട്ടിയും പാത്രവും മാത്രം വൃത്തിയാക്കാൻ പോരല്ലോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മഗ്‌രിബും ഇശാവൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു നടത്തം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നടക്കാൻ പ്രത്യേക ഒരു സ്ഥലം തന്നെയുണ്ട്, സൈക്ലിങ്ങിനും നടക്കാനും ആയിട്ട് തന്നെ. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഖത്തർ ഗവൺമെൻറ്റിന് ഇതുപോലെ എക്സസൈസിനും കാര്യത്തിനൊക്കെ. അതുകൊണ്ട് തന്നെ കോർണിഷിൽ, പിന്നെ കോർണിഷിൽ ഇപ്പം പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് സൈക്കിളിനുള്ളതാണ്. അപ്പോൾ സൈക്കിള് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരെല്ലാം സൈക്കിളും കൊണ്ട് വന്ന് റൈഡൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഫാമിലി ആയിട്ടും എല്ലാണ്ടെല്ലാം വരുന്നുണ്ട്. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൈഡേൻ്റെ വിശേഷം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.